ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നമുക്ക് ഏറ്റവും പ്രിയകരമായിട്ടുള്ള വാഗണാർ എന്ന കാറിനെ കുറിച്ചാണ്. ഇന്ത്യക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാറിനെ കുറിച്ച് ഇന്നത്തെ വീഡിയോയിൽ പറയാം. 5,90,000 രൂപയ്ക്ക് ഓൺ റോഡ് വിലയിൽ നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ ബേസ് മോഡൽ ഇറക്കാൻ സാധിക്കും. ഈ ഒരു വാഹനത്തിന്റെ LXi, VXi, ZXi എന്നുള്ള പേരുകളിലാണ് വരുന്നത്. ഇതിന്റെ LXiയിൽ ഓട്ടോമാറ്റിക് ഇല്ല. VXi ഓട്ടോമാറ്റിക്കിലേക്ക് വന്നാൽ ഏകദേശം 7,20,000 രൂപ ഓൺ റോഡിൽ നമുക്ക് ഇറക്കാൻ സാധിക്കും. അത് ഓഫറിനോട് കൂടി ഒരു 6,90,000 ഓഫറോട് കൂടി വാഗണാർ ഇറക്കാൻ സാധിക്കും. ഇനി VXi നിങ്ങൾക്ക് മാനുവലാണ് വേണ്ടതെങ്കിൽ 6,70,000 രൂപയ്ക്ക് ഈ ഒരു വാഹനത്തിന്റെ മാനുവൽ ഇറക്കാൻ സാധിക്കും. വിലയിലേക്ക് നമുക്ക് വരാം. അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഈ LXi വാഹനത്തെ കുറിച്ച് പറയാം. ഈ വാഹനത്തിന്റെ ലെങ്ത് എന്ന് പറയുകയാണെങ്കിൽ 3,665 mm ആണ് ഇതിന്റെ ലെങ്ത്. ബോണറ്റ് ചെറുതാണ്, അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉള്ളിൽ സ്പേഷ്യസ് ആയിട്ടുള്ള ക്യാബിനാണ്. നല്ല ഹൈറ്റ് ഉള്ള വാഹനമാണ്. 1,675 mm ആണ്. അതായത് ഒരുവിധം കോമ്പാക്റ്റ് ആയിട്ടുള്ള നമ്മുടെ SUV-യേക്കാളും ഹൈറ്റ് ഈ വാഹനത്തിനുണ്ട്. ഞാൻ എൻ്റെ പഞ്ചുമായിട്ട് ഇട്ട് നോക്കി. പഞ്ചിന് 1,615 mm മാത്രമേ ഹൈറ്റ് ഉള്ളൂ. പക്ഷേ ഇതിന് 1,675 mm ഹൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ സ്പേഷ്യസ് ആയിട്ടുള്ള ഇന്റീരിയർ ആണ്. വിഡ്ത്ത് കുറച്ച് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് പാർക്കിങ്ങിനും അതുപോലെ നാരോ റോഡ്സിലൂടെ ഒക്കെ കൊണ്ടുപോകാൻ കുറച്ചും കൂടെ എളുപ്പമുണ്ട്. ഇതിന്റെ എഞ്ചിൻ വരുന്നത് 1 ലിറ്റർ അതുപോലെ 1.2 ലിറ്റർ വേരിയൻസിലേക്കുള്ള ഇതിനകത്ത് എഞ്ചിൻ വരുന്നുണ്ട്. നമുക്ക് ബേസ് മോഡൽ എടുത്തു കഴിഞ്ഞാൽ 1 ലിറ്റർ കേട്ടൻ എഞ്ചിനാണ് വരുന്നത്. അതുപോലെ തന്നെ ബേസ് മോഡൽ ഓട്ടോമാറ്റിക് എടുത്താലും 1 ലിറ്റർ ഓട്ടോമാറ്റിക് എഞ്ചിൻ ഇതിനകത്ത് വരുന്നുണ്ട്. നമുക്ക് ഇതിന്റെ അഡ്വാൻറ്റേജിലേക്ക് കടക്കാം. സ്പേഷ്യസ് ആയിട്ടുള്ള ക്യാബിനാണ്. അതായത് ഇന്റീരിയർ സ്പേസ് നല്ല ഹൈറ്റ് ഉള്ളത് തന്നെ കൊണ്ട് തന്നെ പ്രായമുള്ളവർക്കൊക്കെ ഈസി ആയിട്ട് ഉള്ളിൽ കയറാനും ഇറങ്ങാനൊക്കെ വളരെ ഈസി ആയിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ ഇതിന്റെ ഫ്യൂവൽ എക്കണോമിയാണ്. വളരെ നല്ല ഒരു മൈലേജ് ഈ വാഹനത്തിന് കിട്ടും. നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും ഈ വാഹനത്തെ കുറിച്ച് അറിയാവുന്നതാണ്. ഇതിനെ കമ്പനി പറയുന്ന 25 km/ലിറ്റർ മൈലേജ് പറയുന്നുണ്ടെങ്കിലും നമുക്ക് റിയൽ ലൈഫിൽ സിറ്റിയിലാണെങ്കിൽ ഒരു 16-17 എന്തായാലും മൈലേജ് കിട്ടും. ലോങ് ഒക്കെ പോവുകയാണെങ്കിൽ 22 km മൈലേജ് കിട്ടും. ഇത് 1 ലിറ്റർ എഞ്ചിനും 1.2 ലിറ്റർ എഞ്ചിനും കുറച്ച് വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും വന്നേക്കാം. 1 ലിറ്റർ എഞ്ചിന് കുറച്ചും കൂടെ മൈലേജ് 1-2 km കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനി നിങ്ങൾ ഇതിന്റെ ബേസ് മോഡൽ എടുക്കുകയാണെങ്കിൽ കുറച്ച് എക്സ്ട്രാ ഫിറ്റിംഗ്സുകൾ വേണ്ടി വരും. കാരണം ഒരു ബേസ് ആയിട്ടുള്ള വാഹനമാണ് ബേസ് മോഡൽ എന്ന് പറഞ്ഞാൽ. അതായത് ജസ്റ്റ് AC ഉണ്ടാവും, പവർ 2 പവർ വിൻഡോ, ഫ്രണ്ട് 2 പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, ഇത്രയാണ് നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് ബാക്ക് ക്യാമറ, സ്റ്റീരിയോ ഒന്നും ഈ ഒരു LXi മോഡലിൽ കിട്ടിയല്ല. നിങ്ങൾക്ക് ഒരു 6,70,000 രൂപ ഉണ്ടെങ്കിൽ ഇതിന്റെ VXi മാനുവൽ മോഡൽ എടുക്കാം. അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് സെൻട്രൽ ലോക്ക് കിട്ടും, പിന്നെ ബോഡി കളർ മിറർ കിട്ടും, അതുപോലെ തന്നെ ഹാൻഡിലാണെങ്കിൽ ബോഡി കളറിന്റെ ഹാൻഡിൽ കിട്ടും, അതുപോലെ തന്നെ സ്റ്റീരിയോ കിട്ടും. ബാക്ക് ക്യാമറ ഇല്ലാതെ നിങ്ങൾക്ക് എക്സ്ട്രാ ഫിറ്റ് ചെയ്യണം. ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു VXi മോഡൽ കിട്ടുകയും ചെയ്യും. VXi ഓട്ടോമാറ്റിക്കിന്റെ വില ഞാൻ പറഞ്ഞു, 7,20,000 രൂപ. പിന്നെ ഇതിന്റെ വേറൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഈസി സിറ്റി ഡ്രൈവിംഗ് ആണ്. കാരണം ഇതിന്റെ വിഡ്ത്ത് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ ചെറിയ റോഡുകളിലൊക്കെ കൊണ്ടുപോകാൻ സാധിക്കും. എന്നാലും സ്പേഷ്യസ് ആണ് താനും. ലോ മെയിൻ്റെനൻസ് ആണ് ഇതിന് വണ്ടിക്കുള്ളത്. അതായത് നമുക്ക് ഒരു പ്രാവശ്യം കമ്പനി സർവീസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു 4,000-5,000 രൂപയ്ക്കൊക്കെ ഇയർലി സർവീസ് ഇതിനകത്ത് നടത്തുകയും ചെയ്യാം. നിങ്ങൾക്ക് ഈ വാഹനം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യാം. ഈ വാഹനത്തിന് അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിലും കുറച്ച് ഡിസ്അഡ്വാൻറ്റേജും ഉണ്ട്. ഹൈവേയിലൊക്കെ നിങ്ങൾ സ്ഥിരമായിട്ട് ക്രൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരു 60-70 km മുകളിൽ പോവുകയാണെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി കുറവായിട്ട് നമുക്ക് തോന്നും. ആ സ്റ്റിയറിംഗ് ഫീഡ്ബാക്ക് കുറച്ച് കുറവാണ്. അതുപോലെ തന്നെ LXi, VXi മോഡലിൽ ബേസിക് ഇന്റീരിയേഴ്സ് ആണ്. ചില ആൾക്കാർ അത് ഇഷ്ടമുള്ള ആളുകളുണ്ടാവും. ഒരുപാട് ഫീച്ചേഴ്സ് ഇല്ലാതെ ബേസിക് ഫീച്ചേഴ്സ് മാത്രം ഇഷ്ടമുള്ള എന്നെ പോലുള്ള ആളുകൾക്ക് ഈ വാഹനം വളരെ നല്ലതായിട്ട് തോന്നുകയും ചെയ്യും. പിന്നെ ഇത് 1 ലിറ്റർ 3 സിലിണ്ടർ എഞ്ചിൻ എടുക്കുകയാണെങ്കിൽ കുറച്ച് ക്യാബിൻ നോയ്സ് യൂഷ്വലി വരും. 3 സിലിണ്ടറിന്റെ ആയിട്ടുള്ള ക്യാബിൻ നോയ്സ് വരും. ഇത് നിങ്ങൾക്ക് 1.2 4 സിലിണ്ടർ എഞ്ചിൻ എടുക്കുകയാണെങ്കിൽ അത് ക്യാബിൻ നോയ്സ് കുറവായിട്ട് തോന്നുകയും ചെയ്യും. പിന്നെ സേഫ്റ്റി കൺസേൺ ഉണ്ട്. ഇത് ഗ്ലോബൽ റേറ്റിംഗ് ഒക്കെ വളരെ കുറഞ്ഞൊരു കാറാണ്. അതുകൊണ്ട് തന്നെ മെയിനായിട്ട് നിങ്ങൾക്ക് സിറ്റിയിലും അതുപോലെ ഒക്കേഷണൽ ഹൈവേ ഡ്രൈവിംഗ് ആണെങ്കിൽ കുഴപ്പമില്ല. സ്ഥിരമായിട്ട് നിങ്ങൾ ഹൈവേ ഡ്രൈവിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഹയർ മോഡൽസിലേക്ക് ലൈക്ക് ബ്രസയിലേക്കൊക്കെ പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതുപോലെ തന്നെ 5 സ്റ്റാർ സേഫ്റ്റി ഉള്ള നമ്മുടെ സ്വിഫ്റ്റ് ഡിസയർ നമുക്ക് ഹൈവേയിലൊക്കെ കുറച്ചും കൂടെ യൂസ് ചെയ്യാൻ നല്ലൊരു വാഹനമാണ്. അപ്പൊ ഇതൊക്കെയാണ് ഈ വാഹനത്തിന്റെ നമ്മുടെ വാഗണറിന്റെ പ്രോസ് ആൻഡ് കോൺസ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഓണത്തിന് 5,70,000 രൂപ ഉണ്ടെങ്കിൽ ഒരു മാനുവൽ വേരിയന്റ് ബേസ് മോഡൽ എടുക്കാം. അതിനകത്ത് ഒരു ബാക്ക് ക്യാമറ ഒക്കെ ഫിറ്റ് ചെയ്യണമെങ്കിൽ ഒരു 10,000-15,000 രൂപ എടുത്തു കഴിഞ്ഞാൽ ബാക്ക് ക്യാമറ വിത്ത് സ്റ്റീരിയോ ഫിറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആണ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് 7 ലക്ഷം രൂപയ്ക്ക് ഓട്ടോമാറ്റിക് വാഹനം എടുക്കുകയും ചെയ്യാം.
അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. ഒരു ഡിഫെൻസീവ് ഡ്രൈവിംഗ് പ്രാക്ടീസ് ചെയ്യുക. അപ്പം നമ്മൾ ഈ റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് അപകടങ്ങൾ ദിവസവും കാണാൻ സാധിക്കും. അതിൽ മിക്കവാറും തന്നെ ഓട്ടോറിക്ഷ, കാറ്, അതുപോലെ ബസ് ആക്സിഡൻറ്റ്സ്, ഇതൊക്കെ റീസെൻ്റായിട്ട് ഇപ്പോൾ നടന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. പ്രത്യേകിച്ച് ഈ മഴയുള്ള സമയത്ത് നമ്മുടെ വാഹനത്തിൻ്റെ സ്പീഡ് പരമാവധി കുറച്ച് പോവുക. അതുപോലെ എപ്പോഴും നമ്മളെ മുൻപിൽ ഒരു അപകടം നടക്കാൻ സാധ്യതയുണ്ടെന്ന് കരുതിയിട്ട് എപ്പോഴും ഒരു സഡൻ ബ്രേക്ക് ആവശ്യമുണ്ടെന്ന് കരുതിയിട്ട് ഒരു ഡിഫെൻസീവ് ഡ്രൈവിംഗ് ശൈലി നിങ്ങൾ കീപ്പ് ചെയ്യുക. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വാഹനത്തിൽ കയറി കഴിഞ്ഞിട്ട് ഒരു ഡീപ് ബ്രീത്തിങ്, റിലാക്സേഷനൊക്കെ ചെയ്ത് വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് മറ്റ് ഡ്രൈവേഴ്സിന്, മറ്റ് വാഹനത്തിലുള്ള ആളുകൾ, നമ്മളെതിരെ വരുന്ന വാഹനമായിരിക്കാം, പുറകിൽ നിന്ന് വരുന്ന വാഹനമായിരിക്കാം, ഇവരെയൊക്കെ ഒന്ന് റെസ്പെക്റ്റ് ചെയ്ത് നമ്മൾ മാക്സിമം നമ്മളെ ഒന്ന് ക്വയറ്റ് ആൻഡ് കാമാക്കിയിട്ട് ഡ്രൈവ് ചെയ്യാൻ ശീലിക്കുക. അപകടങ്ങൾ മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കുക. എത്ര ശ്രദ്ധിച്ചാലും നമുക്ക് അപകടങ്ങൾ ഉണ്ടാകും, പക്ഷെ നമ്മുടെ ശ്രദ്ധ കൊണ്ട് കുറേയൊക്കെ അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഒരു ഡിഫെൻസീവ് ഡ്രൈവിംഗ് സ്റ്റൈൽ നമുക്ക് കീപ്പ് ചെയ്യാം. ഞാൻ ഒരു വീഡിയോയിൽ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് നന്ദി. താങ്ക് യു.